ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം മകരരാശിക്ക് സുവർണകാലം എന്നാണ്. ഗുരു, ശനി, രാഹു എന്നീ ഗ്രഹങ്ങളുടെ മാറ്റമാണ് നാം അതീവ ശ്രദ്ധ കൊടുക്കാറുള്ളത്. കാരണം ദൈർഘ്യം കൂടുതലാണ് എന്നുള്ളതാണ്. ഒക്ടോബർ 18 മുതൽ ഡിസംബർ 4 വരെയുള്ള ചെറിയ പീരീഡിൽ ഗുരുമാറ്റം സംഭവിക്കുന്നു. ഇതിനെ ജ്യോതിഷത്തിൽ അതിചാരം എന്നാണ് പറയാറ്. സാധാരണ രീതിയിൽ ഗുരു ഒരു രാശിയിൽ ഒരു വർഷം സഞ്ചരിക്കും. ഇത് താൽക്കാലിക മാറ്റം മാത്രമാണ്. ഡിസംബർ 5 കൂടി മിഥുനത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. ഈ മാറ്റം ഏറ്റവും വിശേഷപ്പെട്ടതാണ്. കാരണം 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഗുരു കർക്കിടകത്തിൽ എത്തുന്നത്. ശുഭഗ്രഹങ്ങളിൽ പ്രധാനിയായ ഗുരുവിന്റെ ഉച്ചക്ഷേത്രമാണ് കർക്കിടകം. ഉച്ചം എന്നാൽ എന്താണ്? ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രകാശം തരാൻ കഴിയുന്ന അവസ്ഥ. ഒക്ടോബർ 18 കർക്കിടകത്തിൽ ഉച്ചസ്ഥിതിയിൽ ഗുരു വരുമ്പോൾ അതിന്റെ ഏറ്റവും പോസിറ്റീവ് ഗുണം മകരരാശിക്ക് വരും, പൂർണ്ണ ദൃഷ്ടിയിലൂടെ. പിന്നെ എന്താണ് മകരരാശിയുടെ പ്രത്യേകത? നവംബറോടെ ശനി വക്രഗതിയിൽ നിന്നും മാറി പൂർണ്ണമായും മീനരാശിയിലെത്തും. അങ്ങനെ മകരരാശിക്കാർ പൂർണ്ണമായും 7.5 ശനിയിൽ നിന്നും മുക്തി നേടും. മകരരാശിക്കാർക്ക് ശനി 3-ാം ഭാവത്തിലേക്ക്. ശനി ഭഗവാൻ അനുഗ്രഹം തരുന്ന 3 ഭാവങ്ങളാണ് 3, 6, 11. ഇവർ ശ്രദ്ധിക്കേണ്ടത് 2-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനെ മാത്രം. വാക്കുകൾ ഉപയോഗിക്കുന്നത് മാത്രം സൂക്ഷിക്കുക. ഇതെല്ലാം ഗോചര ഫലങ്ങളാണ്. 30% വർക്ക് ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജാതക ഫലത്തിനനുസരിച്ച് ഈ ഗുണങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. നമ്മുടെ ജനന ജാതകത്തിൽ ഗ്രഹങ്ങളുടെ ഫലമാണ് 70% അനുഭവത്തിൽ വരിക. ഗോചരത്തെയും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മാത്രമാണ് പ്രവചനം സത്യമാവുന്നത്. ഈ ഗുരുമാറ്റം തീർച്ചയായും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഗുണമുണ്ടാവും. ഗുരു ഭഗവാന്റെയും ശനി ഭഗവാന്റെയും കടാക്ഷം ഒരുപോലെ ലഭിക്കുന്ന എല്ലാ മകരരാശിക്കാർക്കും അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം.